ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂടെക്സ് ഒക്കെ വെക്കാൻ പറ്റിയ ഓർഗനൈസറാണ്. എൻ്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഈ ഒരു സൈഡ് എനിക്ക് ശരിയാക്കണം എന്ന്. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ നമ്മളൊരു ക്യൂടെക്സ് ഒക്കെ വെക്കാൻ പറ്റിയ ഓർഗനൈസറിൽ തുടങ്ങും. പിൻട്രസ്റ്റ് ഒക്കെ നോക്കുമ്പോഴാട്ടോ ഓരോരുത്തർ ഇതുപോലത്തെ ഓർഗനൈസറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ട് കാണുന്നത്. അയ്യോ എൻ്റെ പൊന്നെ, എനിക്കത് കാണുമ്പോഴേ ചെയ്യണമെന്നുണ്ട്, പക്ഷേ അതിന് മാത്രമുള്ള കഴിവ് എനിക്കുണ്ടോ? അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്തു നോക്കാം. എനിക്കിതുപോലെ കാണുമ്പം അത് ചെയ്യണമല്ലോ, അത് കൊള്ളാമല്ലോ, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാമെന്നൊക്കെ ഇങ്ങനെ ഒത്തിരി പറയും, അങ്ങനെ പറഞ്ഞിരിക്കും. പക്ഷേ ഇപ്പോഴാണ് ഞാൻ എല്ലാം ചെയ്ത് തുടങ്ങിയത്. ഞാൻ ഒരു അത്യാവശ്യം ഹോം സിക്ക് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തു പോകുന്നതിലും കൂടുതൽ ഇഷ്ടം എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് സെൽഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് സെൽഫായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് കൃത്യമായിട്ടൊരു പെർഫെക്റ്റ് ആയിട്ട് ടൈം ടേബിളോ അങ്ങനെയൊക്കെ വെച്ച് പോകുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈടെയായിട്ട് അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും പിന്നെയും അതിലോട്ടുള്ള ആ ഒരു പ്രചോദനം എനിക്ക് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ബട്ടർഫ്ലൈയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേനും അതിൽ നിന്നൊരു സ്മെല്ലുണ്ട്. എൻ്റെ റൂം മൊത്തം ആ സ്മെല്ല് ഇങ്ങനെ പടർന്ന് നിൽക്കണം. എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. നമുക്കിതുപോലെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അടുക്കി വെക്കാം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.